ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിക്കിനൊപ്പം ആണ് അദ്ദേഹം ചെങ്ങന്നൂർ RDO മുമ്പാകെ പത്രിക നൽകിയത്. നരേന്ദ്രമോദി സർക്കാരിന് വികസന നയം കേരളത്തിലും നടപ്പിലാക്കാൻ ഗോപകുമാറിനെ വിജയിപ്പിക്കണമെന്ന് വിഷ്ണുദേവ് സായി അഭ്യർത്ഥിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ബഹുജന റാലിയായാണ് ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ ഗോപകുമാറിനെ അനുഗമിച്ചു. ഈ നാടിന്റെ സമഗ്ര വികസനത്തിനായി എന്നും നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യ NDA ചെങ്ങന്നൂരിന് സമർപ്പിക്കുന്ന MV ഗോപകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. തുടർന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിക്കും മറ്റു പ്രവർത്തകർക്കുമൊപ്പം ചെങ്ങന്നൂർ RDO മുമ്പാകെ പത്രിക സമർപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയം കേരളത്തിൽ നടപ്പാക്കാൻ ഗോപകുമാറിനെ വിജയിപ്പിക്കണമെന്ന് विष्णुदेव साई अभ्यर्थिച്ചു. श्री MV गोपा कुमार जी का नॉमिनेशन फाइल यहाँ पर हुआ है और उसमें हम आए हैं और इस बार पूरे केरलम में परिवर्तन की बयार चल रही है. निश्चित रूप से NDA की यहाँ पर सरकार बनेगी. हमारे देश के जो यशस्वी प्रधानमंत्री हैं श्री नरेंद्र मोदी जी और NDA पर पूरे देश की जनता का मतदाताओं का विश्वास बढ़ा है और ये चेगन्नूर विधानसभा में भी भारतीय जनता पार्टी NDA को अच्छी सफलता मिलेगी. निश्चित रूप से हमारे प्रत्याशी जिनका आज नॉमिनेशन फाइल किए हैं MV गोपा कुमार जी इस सीट से വിജയി होंगे. ചെങ്ങന്നൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് ഗോപകുമാറും പറഞ്ഞു. ചെങ്ങന്നൂരിൽ BJP താമര വിരിയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചെങ്ങന്നൂരാണ് CPM കോൺഗ്രസ് ഡീലിന്റെ യഥാർത്ഥത്തിലുള്ള പരീക്ഷണശാല. അതായത് തിരുവനന്തപുരം, പാണനാട്, ചെന്നിത്തല ഈ 3 പഞ്ചായത്തിലും അവർ പരസ്യമായി സഖ്യമുണ്ടാക്കി BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി അവരെ ഒന്നിച്ച് ഭരിച്ച പഞ്ചായത്തുകളാണ്. അത് ചെങ്ങന്നൂരാണ്. പിന്നെ ആലപ്പുഴയിലെ കോടന്തുരുത്തുമാണ് ഈ ജില്ലയിലുള്ളത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്ത്, ഞങ്ങൾ 3 പഞ്ചായത്താണ് ഭരിച്ചിരുന്നത്, 5 പഞ്ചായത്തിൻ്റെ ഭരണം BJPയെ ജനം ഏൽപ്പിച്ചു, NDA ജനം ഏൽപ്പിച്ചു. തീർച്ചയായും ചെങ്ങന്നൂരിലെ നിയമസഭാ അംഗത്വവും ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഈ നാട്ടിലെ ചെങ്ങന്നൂരിലെ പ്രിയപ്പെട്ട ജനങ്ങൾ ഏൽപ്പിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജയത്തിൽ കുറച്ച് ഒന്നിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ചെങ്ങന്നൂരിലെ UDF സ്ഥാനാർത്ഥി എബി കുര്യാക്കോസും ഇന്ന് പത്രിക സമർപ്പിച്ചു. ജനം, ആലപ്പുഴ.